അച്ഛാ, ഓ അടിയന്തരാവസ്ഥ 1975 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചതാണ് അടിയന്തരാവസ്ഥ. അതിനെപ്പറ്റി അച്ഛൻ്റെ അറിവ്. 1975 ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് രാജ്നാരായൺ എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് നേതാവ് അലഹബാദ് ഹൈക്കോടതി ഒരു കേസ് കൊടുത്തു. യശ്പാൽ കപൂർ എന്ന് പറയുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അവരുടെ ചീഫ് ഇലക്ഷൻ ഏജൻ്റായിട്ട് നിയമിച്ചു. അത് ഇലക്ഷൻ റൂളിൻ്റെ ലംഘനമാണ് എന്നും പറഞ്ഞാണ് രാജ്നാരായണൻ്റെ കേസ്. അത് അനുവദിച്ചുകൊണ്ട് കോടതി 6 കൊല്ലത്തേക്ക് ഇന്ദിരാഗാന്ധി തിരഞ്ഞെടുപ്പിൽ നിൽക്കാൻ യോഗ്യയല്ലെന്നും പിന്നെ അവരെ തിരഞ്ഞെടുത്തത് തെറ്റാണെന്നും അസന്നിഗ്ധമായിട്ട് വിധിച്ചു. അപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് തൻ്റെ സ്ഥാനം തുടരാൻ ഒരു മാർഗവുമില്ല. പിന്നെ ചെയ്യാനൊക്കുന്നത് ഈ വിധി വന്ന് പിറ്റേ ദിവസം തന്നെ അവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ജുഡീഷ്യറിയെല്ലാം മരവിപ്പിച്ചു. പിന്നെ സർവ്വ അധികാരങ്ങളും അവരിലേക്ക് കേന്ദ്രീകരിച്ചു. മന്ത്രിമാരും ഒരുത്തരും ഒന്നും മിണ്ടാനൊക്കില്ല. അധികാരം മുഴുവൻ അവരുടെ കയ്യിലാണ്. അങ്ങനെ 28 മാസം മറ്റോ അവർ ഭരണം നടത്തി. ഒരുപാട് പേർക്ക് മർദ്ദനമേറ്റു. കൊലപാതകത്തേക്കാൾ കൂടുതൽ ഈ എതിരാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയിട്ട് ഇട്ടിക്കുക, അത് വ്യാപകമായിട്ട് നടന്നു. അവരുടെ പാർട്ടിയുടെ ഏജൻറ്റുമാർ അത് ഒറ്റുകൊടുത്ത് ആളുകളെ പിടിപ്പിച്ച് ഒരുപാട് ഉപദ്രവിച്ചു. അതാണ് അടിയന്തരാവസ്ഥ. രാജൻ കൊലക്കേസൊക്കെ അടിയന്തരാവസ്ഥയെ സംഭവിച്ചതാണ്. ഏറ്റവും ക്രൂരത കാണിച്ച ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ഈ കോൺഗ്രസ്സുകാർ. അതെ, അന്ന് കെ കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി. രാജനെ കൊലപ്പെടുത്തി. രാജൻ ഈശ്വരവാരിയുടെ മോൻ. കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ ശുംഭനോ എന്ന് പാടുമായിരുന്നു. അത് കരുണാകരനെ ഉദ്ദേശിച്ചാണ്. അതെ, അതിൻ്റെ വൈരാഗ്യം തീർക്കാൻ തൻ്റെ സിൽബന്ധികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ജയറാം പടിക്കലും പിന്നെന്തുവാ ഐ ജി ലക്ഷ്മണ ഇവരെ ഒരു ടീമിനെ അങ്ങ് അയച്ചു. കരുണാകരൻ ഈ എതിരാളികളെ അങ്ങ് ഉന്മൂലനാശം വരുത്തുന്ന സ്വഭാവക്കാരനാണ്. അതും അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ച് കരുണാകരൻ അധികാരം കിട്ടിക്കഴിഞ്ഞ ഉടനെ തൻ്റെ സർവ്വശക്തിയും എടുത്ത് ഈ രാജനെ ഒതുക്കി കൊന്നു. അങ്ങനെ കരുണാകരൻ പുത്രദുഃഖത്താൽ മരിക്കുകയായിരുന്നു പറഞ്ഞാൽ ശരിയാണ്. കരുണാകരൻ രാഷ്ട്രീയം പോയി, പിടിപാട് പോയി, മകൻ ഒന്നുമല്ലാതായി മാറി. ഇപ്പോഴും അയാൾ അനാഥപ്രേതം പോലെ നടക്കുക. കെ മുരളീധരൻ കരുണാകരൻ ചെയ്ത പാപത്തിന്റെ ഫലമായി ഒരു മോളുള്ളത് അവൾ BJP പോയി. ഏറ്റവും ക്രൂരനായ ഒരു ഭരണാധികാരിയായിരുന്നു കരുണാകരൻ. സമർത്ഥനായിരുന്നു, ക്രൂരനുമായിരുന്നു. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, കരുണാകരൻ ശബരിമലയ്ക്ക് വരുമ്പോൾ പുള്ളിയുടെ ബെൻസിൽ വരുമ്പോൾ ഈ ലാഹ മുതൽ പമ്പ വരെയുള്ള വണ്ടികൾ പിടിച്ചിട്ടിട്ട് അയാൾ പോയി തൊഴുതിട്ട് തിരിച്ചു വരുമ്പോഴേ ഈ വണ്ടികൾ വിടൂ എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. അത്രയും സമയം അന്ന് വെള്ളം പോലും കിട്ടാതെ ഭക്തന്മാർ വളരെ വിഷമിച്ച് വെയിലത്ത് കിടക്കുക. അത് വെള്ളമൊന്നുമില്ല, വഴിയിലൊന്നും വെള്ളമൊന്നുമില്ല, പോവില്ല. അയാൾ പോയി തൊഴുതിട്ട് തിരിച്ചു വരുമ്പോഴേ വണ്ടികൾ വിടൂ. അത്രേ ഉള്ളൂ. അച്ഛൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ അനുഭവിച്ചു. അത്ര ക്രൂരനായ ഒരു ഭരണാധികാരിയായിരുന്നു. കരുണാകരനെ ഈ നൈർമല്യ മുഖമൊന്നും അല്ലായിരുന്നു. നമ്മളിപ്പോ പിണറായി വിജയനെ പറയുന്നതിനേക്കാൾ ക്രൂരനായിരുന്നു കരുണാകരൻ. പച്ച ചിരി ഇരിക്കുന്നേ ഉള്ളൂ. പിണറായി വിജയനേക്കാൾ ക്രൂരനായിരുന്നു. ക്രൂരനായിരുന്നു. ശരി, നന്ദി, നമസ്കാരം.